ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമൺ. പ്രധാന വാർത്തകൾ. അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ രാമേശ്വരം അരുൾമിகு രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്തോ മ്യാൻമർ അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കി കേന്ദ്ര സർക്കാർ. അതിർത്തിയിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരം നിയന്ത്രിക്കും. ഡിജിറ്റൽ മേഖലയിലെ സഹകരണം സംബന്ധിച്ച് ഇന്ത്യയും ക്യൂബയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ സമാപിച്ചു. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. അയോധ്യ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. രാവിലെ തിരുച്ചിറപ്പള്ളി ശ്രീരംഗനാഥസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയ പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് രാമേശ്വരത്തെത്തി. ശ്രീ അരുൾമിகு രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തി. ക്ഷേത്രത്തിലെ ഭജനയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. നാളെ ധനുഷ്കോടിയിലെ കോദണ്ഡരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി രാമസേതുവും സന്ദർശിക്കും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ അയോധ്യയിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. ശ്രീരാമ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾക്കായി ഇന്നു മുതൽ 22-ാം തീയതി വരെ രാംലല്ല ദർശനം ഉണ്ടാകില്ല. ഇന്നലെ ആയിരങ്ങളാണ് ദർശനത്തിനായി എത്തിയത്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാധ്യമ സ്ഥാപനങ്ങളോടും സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളോടും സർക്കാർ ആവശ്യപ്പെട്ടു. സാമുദായിക സൌഹാർദ്ദത്തിനും ക്രമസമാധാനത്തിനും തടസ്സം സൃഷ്ടിക്കുന്ന ചില പ്രകോപനപരവും വ്യാജവുമായ സന്ദേശങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി നിരീക്ഷിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വാർത്തകളുടെ ഉള്ളടക്കം രാജ്യദ്രോഹപരമോ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെന്ന് ഉറപ്പാക്കേണ്ടത് മാധ്യമ സ്ഥാപനങ്ങളുടെ കടമയാണെന്നും സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി അതിർത്തിയിൽ വേലികൾ കെട്ടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇതോടെ ഇന്ത്യ മ്യാൻമർ അതിർത്തിയിലൂടെയുള്ള ജനങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരം നിയന്ത്രണ വിധേയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഗുവാഹത്തിയിൽ നടന്ന അസം പോലീസ് കമാൻഡോകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ക്രമസമാധാന നിലയും ആഭ്യന്തര സുരക്ഷയും ശ്രീ മോദിയുടെ ഭരണത്തിന് കീഴിൽ മെച്ചപ്പെട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ മേഖലയിലെ സഹകരണം സംബന്ധിച്ച് ഇന്ത്യയും ക്യൂബയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ് ക്യൂബൻ പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ വെച്ച് ധാരണാപത്രം ഒപ്പുവച്ചത്. ഇരു രാജ്യങ്ങളിലെയും ഡിജിറ്റൽ രംഗത്തിന് പരസ്പരം പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ശേഷി വർദ്ധിപ്പിക്കൽ, മികച്ച പ്രവർത്തനങ്ങളുടെ കൈമാറ്റം എന്നിവ കൈവരിക്കുകയാണ് ലക്ഷ്യം. ഇതിലൂടെ ഇന്ത്യ ക്യൂബ സഹകരണം കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. കാർഷിക മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ അവലംബിച്ചുകൊണ്ട് 2047ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകുമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിൽ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയുടെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനയ്ക്കും മികച്ച വിപണനത്തിനും കാർഷിക വിദ്യാർത്ഥികൾ കർഷകരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഗവർണർ വിശ്വഭൂഷൺ ഹരിചന്ദൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, മന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ചേരിചേരാ പ്രസ്ഥാന ഉച്ചകോടിക്കായി ഉഗാണ്ടയിലെ കമ്പാലയിൽ എത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗയെ സന്ദർശിച്ചു. ഇന്ത്യ ശ്രീലങ്ക ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതിക്കായുള്ള ശ്രീ വിക്രമസിംഗയുടെ തുടർച്ചയായ മാർഗ്ഗനിർദ്ദേശങ്ങളെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അയൽപക്കം ആദ്യം, സാഗർ എന്നീ നയങ്ങളിലൂടെ ആഗോളതലത്തിൽ രാജ്യത്തിനുള്ള പ്രതിബദ്ധത പ്രതിഫലിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉഗാണ്ടൻ വിദേശകാര്യമന്ത്രി ജനറൽ ഒഡോങ്കോ ജിജിയെയും ശ്രീ ജയശങ്കർ സന്ദർശിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾക്ക് കേന്ദ്ര വിദേശകാര്യമന്ത്രി ജിജിയോട് നന്ദി അറിയിച്ചു. ഉഗാണ്ടയുടെ അധ്യക്ഷസ്ഥാനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ശ്രീ ജയശങ്കറിന്റെ സന്ദർശനത്തിന് ശേഷമുള്ള ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതിയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗ്ഗക്കാർക്ക് നൽകാൻ വനം വകുപ്പിൽ നിന്ന് കൈമാറിയ ഭൂമിയുടെ വിതരണോദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും.
മന്ത്രി കെ രാജൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടയ വിതരണം നിർവഹിക്കും. ഒന്നാം ഘട്ടത്തിൽ ആകെ 570 പേർക്കായി 71.28 ഹെക്ടർ ഭൂമി വിതരണം ചെയ്യും. വികസിത് ഭാരത് സങ്കല്പ് യാത്ര എന്നുവച്ചാൽ സർക്കാർ ജനങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നു എന്നതാണ് അർത്ഥമെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ MP. സർക്കാർ പദ്ധതികൾ വിശദീകരിച്ച് ഉദ്യോഗസ്ഥർ ഓരോ മുക്കിലും മൂലയിലും എത്തുന്നു. വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആളിലേക്കും വികസനം എത്തണം എന്ന കേന്ദ്ര സർക്കാർ നയമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന്റെ സമാപന സമ്മേളനം ബേപ്പൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ജില്ലയിലും വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് സമാപിച്ചു. 7 ദിവസത്തെ യാത്രയ്ക്കൊടുവിലാണ് പര്യടനം സമാപിച്ചത്. മലപ്പുറം ജില്ലയിൽ 2023 നവംബർ 27 ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി. 94 ഗ്രാമപഞ്ചായത്തുകൾ പിന്നിട്ട് പൊന്നാനി ബ്ലോക്കിലെ വട്ടംകുളത്താണ് സമാപന സമ്മേളനം നടന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി M. സുരേഷ് ബാബു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് എല്ലാ ജനങ്ങളിലും അവബോധമുണ്ടാക്കുക, അർഹരായ മുഴുവൻ പേരെയും ഗുണഭോക്താക്കളാക്കി മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംവദിച്ചും ആശയങ്ങൾ കൈമാറിയും സംശയങ്ങൾ നിവാരണം ചെയ്തും സഹായങ്ങൾ അനുവദിച്ചുമാണ് കഴിഞ്ഞ 55 ദിവസക്കാലം മലപ്പുറത്തിന്റെ ഹൃദയം കീഴടക്കിയത്. MP-മാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, വിവിധ ബാങ്ക്, സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, കലാകാരന്മാർ, കൃഷിക്കാർ, സംരംഭകർ, കുടുംബശ്രീ പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ഒട്ടനവധി പേർ പുതിയ വികസിത ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള മഹായാത്രയുടെ ഭാഗമായി. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള മലപ്പുറം ജില്ലയിൽ VBSY-യുടെ വിജയകരമായ സംഘാടനത്തിൽ ലീഡ് ബാങ്ക് മാനേജർ MA ടിറ്റന്റെ നേതൃത്വത്തിലുള്ള ടീം തീർച്ചയായും വലിയ കയ്യടി അർഹിക്കുന്നു. നഗരമേഖലകളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര മലപ്പുറം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഇന്നും നാളെയും പൊന്നാനി മുനിസിപ്പാലിറ്റിയിലാണ് പര്യടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബോഡോലാൻഡ് മേഖലയിൽ സമാധാനം തിരിച്ചെത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഈ പ്രദേശത്ത് ഒരു അക്രമ സംഭവം പോലും ഉണ്ടായിട്ടില്ലെന്ന് അസമിലെ സോനിത്പൂർ ജില്ലയിൽ ബദോ മഹാസഭയുടെ 13ാം സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ അമിത്ഷാ പറഞ്ഞു. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും നിരവധി MP-മാരും MLA-മാരും സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊറിയയിലെ ഗാങ്വോണിൽ നടന്ന വിന്റർ യൂത്ത് ഒളിമ്പിക്സിന്റെ 4ാം പതിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സാഹിൽ താക്കൂറിനെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അഭിനന്ദിച്ചു. ഹിമാചൽ പ്രദേശ് സ്വദേശിയായ 16 വയസ്സുള്ള സാഹിൽ സ്കീയിംഗ് താരമാണ്. പരിപാടിയിലെ രാജ്യത്തിന്റെ ഏക പ്രതിനിധിയായിരുന്നു സാഹിൽ. മുൻ പാർലമെന്റ് അംഗം അശോക് തൻവാർ ഇന്ന് BJP-യിൽ ചേർന്നു. 100 കണക്കിന് അണികളോടൊപ്പം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയ ശ്രീ തൻവാർ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ സാന്നിധ്യത്തിലാണ് BJP-യിൽ ചേർന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ശ്രീ തൻവർ അഭിനന്ദിച്ചു. ഈ പ്രവർത്തനങ്ങളാണ് BJP-യിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ആം ആദ്മി പാർട്ടിയിലായിരുന്ന തൻവർ ഹരിയാന കോൺഗ്രസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇന്ന് നടന്ന വ്യോമാക്രമണത്തിൽ ഇറാൻ സുരക്ഷാ സേനയിലെ 4 മുതിർന്ന അംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന സുരക്ഷാ സേനയിലെ ഒരു കമാൻഡറും ഡെപ്യൂട്ടി കമാൻഡറും ഉൾപ്പെടെ 4 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് റവല്യൂഷണറി ഗാർഡ് ആരോപിച്ചു. അതേസമയം സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം അല്പസമയത്തിനകം ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ HS പ്രണോയ് ഇന്ന് ലോക 2ാം നമ്പർ താരം യുക്കിഷിയെ നേരിടുന്നു. പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി സഖ്യവും ഇന്ന് മത്സരത്തിനിറങ്ങും. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ICC അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ബംഗ്ലാദേശിന് 252 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റിന് 251 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 24 ഓവറിൽ 4 വിക്കറ്റിന് 80 റൺസ് എന്ന നിലയിൽ. ഗ്രൂപ്പ് എയിലെ 3ാം മത്സരമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ രാമേശ്വരം അരുൾമികു രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്തോ മ്യാൻമർ അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കി കേന്ദ്ര സർക്കാർ. അതിർത്തിയിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരം നിയന്ത്രിക്കും. ഡിജിറ്റൽ മേഖലയിലെ സഹകരണം സംബന്ധിച്ച് ഇന്ത്യയും ക്യൂബയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ സമാപിച്ചു. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.